ഹലോ, സജീസ് ഇന്നോവേഷൻസിൻ്റെ ഒരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുക്കിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ടുള്ള കുക്കിംഗ് ആട്ടോ, എളുപ്പത്തിൽ കാണിച്ചു തരാം, പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ. അപ്പോൾ എന്തായാലും മുമ്പിലിരിക്കുന്ന ഐറ്റംസ് ഉണ്ടോ മനസ്സിലായിട്ടുണ്ടാവും. മുരിങ്ങയ്ക്ക തന്നെയാണ്, ഇതും മുരിങ്ങയ്ക്കയാണ്, ഇതും മുരിങ്ങയ്ക്കയാണ്. പക്ഷേ തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ മുരിങ്ങയ്ക്ക അത്യാവശ്യം നന്നായിട്ട് മുറ്റിയ മുരിങ്ങയ്ക്കയാണ്, മൂത്ത മുരിങ്ങയ്ക്കയാണ്. ഇത് തീരെയും മൂക്കാത്ത മുരിങ്ങയ്ക്കയാണ്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് മുമ്പ് ഒരു ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു മുരിങ്ങയ്ക്കായ തോരനൊക്കെ കാണിച്ചിട്ട്. അപ്പോൾ കുറച്ച് പേരെങ്കിലും അതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാൻ കാണിച്ച മുരിങ്ങയ്ക്ക തോരന് കുറച്ച് വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി അതിപ്പോൾ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പലർക്കും അത് യൂസ്ഫുൾ ആവുന്നു. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ മുരിങ്ങയ്ക്കയുടെ സീസണാണ്. എവിടെ നോക്കിയാലും മുരിങ്ങയ്ക്ക ഇങ്ങനെ കാണാം, ഇഷ്ടം പോലെ കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇത് മൂക്കുമ്പോൾ എല്ലാം ഒരേ സമയത്താണ് മൂക്കുക. മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിലാവും. ആ സമയത്ത് മുരിങ്ങയ്ക്കയ്ക്ക് വിലയുണ്ടാവില്ല, ആർക്കും കൊടുക്കാനും പറ്റില്ല, കാരണം എല്ലാ വീട്ടിലും ഈ സാധനം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് കുറേ പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 2 തരം മുരിങ്ങയ്ക്ക ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. രണ്ടും എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു മുരിങ്ങയ്ക്ക എന്ന് പറഞ്ഞാൽ മുരിങ്ങയ്ക്ക മുറ്റുന്നതിന് അല്ലെങ്കിൽ മൂക്കുന്നതിന് മുമ്പുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ ഇത് നമുക്ക്, കാരണം ഒരുപാട് മുരിങ്ങയ്ക്ക ഉണ്ടാകുമ്പോൾ എന്തായാലും നമുക്ക് മൂക്കുന്നതിന് മുമ്പ് തന്നെ കറി വെച്ച് തുടങ്ങാൻ ഒരു പരിപാടി ഉണ്ട്, അത് കാണിച്ചു തരാം. ഇനി മൂത്ത് കഴിഞ്ഞാൽ എങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്യാമെന്ന് ഇത് വെച്ച് ഞാൻ കാണിച്ചു തരാം. നമ്മൾ രണ്ടും കൂടെ ചേർത്തൊരു തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത ലാസ്റ്റ് വരെ കാണും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഈ മുരിങ്ങയ്ക്ക രണ്ടും തോരൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ പറഞ്ഞു തീരെ മൂക്കാത്ത മുരിങ്ങയ്ക്കയാണ്. ഇത് ചെയ്യേണ്ടത്, നമ്മൾ ഈ തണ്ടില്ലേ, ഇത് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിൻ്റെ തണ്ട്. ഇതിൻ്റെ പുറത്തെ തൊലി ഇങ്ങനെ പരമാവധി റിമൂവ് ചെയ്യാം കേട്ടോ. ഈ മുരിങ്ങയ്ക്ക ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്, പക്ഷേ ഇത് എത്ര മൂക്കാത്ത മുരിങ്ങയ്ക്ക വെച്ച് ഇങ്ങനെ ചെയ്യാം കേട്ടോ. കട്ടിയുള്ള ഭാഗം മൊത്തം ഇങ്ങനെ മാറ്റി കൊടുക്കാം കേട്ടോ. ഇത് നിങ്ങൾ പലർക്കും അറിയാവുന്ന തന്നെയായിരിക്കും, പലരും ട്രൈ ചെയ്തിട്ടുണ്ടാവും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി കേട്ടോ. ഇത് തീരെ മൂക്കാത്ത മുരിങ്ങയ്ക്കാണെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് അങ്ങനെ തന്നെ നേരിട്ട് കഴുകിയിട്ടങ്ങ് എടുത്താൽ മതി. യെസ്, അപ്പോൾ ഇത് രണ്ടും ഞാൻ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. യെസ്, അപ്പോൾ നമ്മളത് മുറിച്ചിട്ടുണ്ടേ. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഞാൻ മുരിങ്ങയ്ക്ക നന്നായിട്ട് കഴുകിയെടുത്ത കേട്ടോ, കഴുകിയിട്ട് ചെയ്യണേ. പിന്നെ അടുത്തത് ഞാൻ പറഞ്ഞത് കുറച്ച് മൂത്തതാണ്, അധികം മൂത്തിട്ടില്ല, എന്നാലും എത്ര മൂത്താലും ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇത് വെച്ചിട്ട് ചെയ്യുന്നത് നമുക്കിങ്ങനെ രണ്ടായിട്ട് തുടർന്നെടുക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഒരു സ്പൂണിൻ്റെ മറ്റേ ചുവട് കൊണ്ടിട്ട് ഇതിന് ഉൾഭാഗം ഇങ്ങോട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. ഇത് നിങ്ങൾ പലരും ചെയ്തിട്ടുള്ളതായിരിക്കും, നല്ല റെസിപ്പി ചോദിച്ചുകൊണ്ട് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ അത് ഞാൻ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണേ. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ കുട്ടി മുരിങ്ങയും വലിയ മുരിങ്ങയും. അപ്പോൾ ഇതും കൊണ്ട് എങ്ങനെയാണ് തോരനുണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് ഓൾ സെറ്റാണ്. ഇവിടെ വെച്ച് തന്നെ പരിപാടിയൊക്കെ കംപ്ലീറ്റ് എന്ന് വെച്ചിട്ടുണ്ട്. ഇൻഡക്ഷൻ കുക്കർ കൊണ്ട് വെച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കേട്ടോ. ആദ്യം നമുക്കൊന്ന് കടുക് പൊട്ടിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ, ഇത്ര മാത്രമേ വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഇതിലേക്ക് ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, അത് നമുക്ക് കടുക് പൊട്ടിക്കാം കേട്ടോ. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില, ഒരു 2-4 വറ്റൽമുളക് കേട്ടോ. യെസ്, ഇനി നമ്മളിതിലേക്ക് ഇടുന്നത് ഒരു 10-25 ചെറിയ ഉള്ളി ഉണ്ടോ. ചെറിയ ഉള്ളി ചെറുതായിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇട്ട് കൊടുക്കാം. ഇത് നമ്മളെടുത്ത് വെച്ച മുരിങ്ങയ്ക്ക, ഇത് ചെറിയ മുരിങ്ങയ്ക്ക, കുട്ടി മുരിങ്ങയ്ക്ക കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തത്. ഇത് നമ്മൾ ആ മൂത്ത മുരിങ്ങയ്ക്കന്ന് ഇളക്കിയെടുത്താണ്, അതിൻ്റെ ഫ്ലഷ് മാത്രം കൊടുക്കുക. ഇളക്കി കൊടുക്കുക.
ഇതൊരു 3 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു 3 മിനിറ്റോളം ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് കുറച്ച് വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരണം. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, വെള്ളം കുറയുമോ നോക്കുകയും വേണം. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു കൂട്ടുണ്ടാക്കി എടുക്കാം കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്ന ഐറ്റംസ് കാണിച്ചു തരാം. മിക്സിയുടെ ചെറിയ ജാറ് കൊണ്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങ കേട്ടോ, ഞാനൊരു അരമുറി എടുത്തിട്ടുണ്ടാവും, ഒരു മുറി ഇല്ല കേട്ടോ. ഇതൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വെളുത്തുള്ളി ഉണ്ടല്ലോ, വളരെ ചെറിയൊരു കഷ്ണം മതി കേട്ടോ, അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ സ്മെല്ല് വരും. ഇത് മാത്രം ഇട്ട് കൊടുക്കുക. വളരെ കുറച്ച് ജീരകം, ഒരു 3-4 പച്ചമുളക്, നിങ്ങളുടെ എരിവനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. പച്ചമുളക് ഇല്ലെങ്കിൽ നിങ്ങൾ ചുവന്ന മുളക് പൊടി ചേർത്താലും മതി കേട്ടോ. ഇനി ഇത്രയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത്രയും സാധനങ്ങളൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാൻ ഞാൻ ക്രഷ് ചെയ്യാൻ തന്നെ അറിയാമല്ലോ, തോരനൊക്കെ ഉണ്ടാകുന്ന ആ ഒരു പരുവത്തിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പോരെ കേട്ടോ. ഇതൊരു 10 മിനിറ്റോളം വന്നിട്ടുണ്ട് കേട്ടോ. നോക്കാം എങ്ങനെയാണെന്ന് കണ്ടോ. ഇടയ്ക്ക് ഞാൻ അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ മിക്സിക്ക് ക്രഷ് ചെയ്യുന്ന ഐറ്റംസ് ഇല്ലേ, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് നനവ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ആവശ്യാനുസരിച്ച് തോർത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ ഏതാണ്ട് ആയിട്ടുണ്ട് നോക്കിയേ. അപ്പോൾ നിങ്ങളിൽ പലരും ആവശ്യപ്പെട്ട നമ്മുടെ യമ്മി മുരിങ്ങക്ക തോരൻ റെഡിയാണ്. ഈ തോരൻ്റെ ഡിഫറൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഏറ്റവും ഇപ്പോൾ പൂവിന്ന് വരുന്ന സമയം ഉള്ള മുരിങ്ങക്കോല് മുതൽ നല്ല മൂത്ത മുരിങ്ങക്കോല് വരെ രണ്ടായാലും ഈ രീതിയിൽ ഉണ്ടാക്കിയെടുത്ത് കഴിച്ച് നോക്കൂട്ടോ. അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ ബൈ.